ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നിഞ്ച കാമുയി സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും അതിന് ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി തോന്നുന്ന കാര്യങ്ങൾ കമന്റ് കൂടി ചെയ്യാം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ഓർഗനൈസേഷനെ പറ്റി, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നിഞ്ചാസിന്റെ പാസ്റ്റ് ആണ് പറയുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഇവർ എന്തും ചെയ്യും. ഇനി ഒരാളെ കൊല്ലണമെങ്കിൽ പോലും. ഇങ്ങനെയുള്ള നിഞ്ചാസിന്റെ ആർട്ട് ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവർക്ക് കിട്ടുന്ന ഓരോരോ മിഷൻസും അത് അവരുടെ ലൈഫാണ്. ഇനി അതിൽ വെച്ച് മരിച്ചാലും ആരും അറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. അത് ലോകം മൊത്തം അഫക്ട് ചെയ്തതുകൊണ്ട് ഇവരുടെ ഓർഗനൈസേഷൻ ജപ്പാനിലുള്ള പുതിയൊരു അതോറിറ്റിക്ക് കൈമാറി. അങ്ങനെ ഇവരുടെ ഈ ഒരു അതോറിറ്റി വലിയൊരു പവറായിട്ട് മാറാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാർക്കും ഇതിന്റെ സീക്രട്ട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് ജപ്പാന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി ഓർഗനൈസേഷനിലുള്ള ആരെങ്കിലും അതിനെ എതിർക്കുകയോ പുറത്തു പോവുകയോ ചെയ്താൽ പിന്നീട് അവർക്ക് മരണമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ ഹീറോ കാണുന്നത് മരിച്ചു കിടക്കുന്ന അവന്റെ ഭാര്യ കൈ നീട്ടി അവനെ ഹിഗൻ എന്ന് വിളിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു പോയിന്റിൽ വെച്ചാണ് നായകന്റെ റിയൽ നെയിം പറയുന്നത്. ഇപ്പോഴവന്റെ മകൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി അച്ഛ എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ഹിഗൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നു. അവന്റെ മുൻപിൽ ആ നിഞ്ചാസിന്റെ ലീഡറിനെ അവൻ തല കീഴായി കെട്ടി തൂക്കിയിരിക്കുന്നു. ശേഷം എഴുന്നേക്കുന്ന ഹിഗൻ നടക്കാൻ കഴിയാതെ നിലത്തേക്ക് മുഖം അടിച്ചു വീഴുന്നു. ഇപ്പോൾ അവിടേക്ക് ഒരാൾ വരുന്നു. ഹിഗാൻ, ഇത് നീ സ്വന്തം വരുത്തി വെച്ചതാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമേ കാണുകയുള്ളെന്ന്. അങ്ങനെ അയാളെ കാണുന്ന ഹിഗാൻ കണ്ണടയ്ക്കുന്നു. അയാൾ ഹിഗനെ തന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ഇയാളും ഒരു ഡോക്ടറാണ്. അതുപോലെ ഓർഗനൈസേഷൻ കാണാതിരിക്കാൻ വേണ്ടി ഇയാളുടെ മുഖത്ത് ഒരു മാസ്ക് ഉണ്ട്, മുൻപ് ഹീറോ വെച്ചതുപോലെ. ഹിഗൻ, മാരിയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഒളിച്ചു താമസിക്കുന്ന നിങ്ങളെ ഓർഗനൈസേഷൻ കണ്ടുപിടിച്ചത്? എനിക്കറിയില്ല. ഓർഗനൈസേഷൻ ചിലപ്പോൾ മാസ്ക് ഇട്ടവരെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹിഗന്റെ ഷോൾഡറിൽ പറ്റിയ മുറിവ് അയാൾ കാണുന്നു. ഹിഗൻ, നീ ആ സീക്രട്ട് ആർട്ട് ഓഫ് സ്റ്റാർക്ക് അവയർനെസ്സസ് ഉപയോഗിച്ചല്ലേ? ഒരിക്കലും ഇനി അത് ചെയ്യരുത്. ഇനി നീ അത് ചെയ്താ നീ മരിച്ചു പോകും. അയാൾ എന്നിട്ട് ഹിഗനെ തിരിച്ചു കിടത്തുമ്പോൾ അവന്റെ പുറത്തുള്ള മുറിവ് അയാൾ കാണുന്നു. ഹിഗൻ, അടുത്ത തവണയല്ല, ഇനി ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത്. നിന്റെ ഈ പുറത്തുള്ള മുറിവ് തന്നെ നിന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. അതെനിക്കറിയാം, പക്ഷെ എങ്ങനെയാണ് ഞാൻ ജീവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ഹിഗൻ. എന്നാ ശരി, നമുക്ക് നിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. മെന്റൽ സ്ട്രെങ്ത് അനുസരിച്ച് 5-6 ദിവസം മതി നിനക്ക് ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാം. എനിക്കൊന്ന് അനങ്ങാൻ കഴിഞ്ഞാൽ മതി. എനിക്ക് വേണ്ടി ഒരു ഗസ്റ്റ് പുറത്ത് കാത്തു നിൽപ്പുണ്ട് എന്ന് ഹിഗൻ. ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങി. അങ്ങനെ ഹിഗന്റെ ബോധം പോകുന്നു. പിന്നീട് അവൻ എഴുന്നേൽക്കുമ്പോൾ രാത്രിയാവുന്നു. അതുപോലെ അവന്റെ ശരീരം മുഴുവൻ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഹിഗൻ ഒരു കത്തി എടുത്ത് അവന്റെ കെട്ടി തൂക്കിയിട്ട ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഹിഗൻ ആ കത്തി കൊണ്ട് അവനെ കുത്തി ഒരുപാട് രക്തം ഒലിച്ചു പോകുന്നു. ഇനി നീ ഒരിക്കലും ശ്രമിച്ചിട്ട് കാര്യമില്ല. നിനക്കറിയാലോ, ഒരു നിഞ്ച ഒരിക്കലും അവന്റെ സത്യങ്ങൾ പറയാൻ പോകുന്നില്ല. അതെനിക്കറിയാം എന്ന് ഹിഗൻ പറഞ്ഞ് ആ കത്തി അവന്റെ നെഞ്ചത്ത് തന്നെ കുത്തിവെച്ച് അവിടുന്ന് പോകുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഹിഗൻ അതുപോലെ അവനെ കുത്താൻ തുടങ്ങി. കുത്തി കഴിഞ്ഞതിന് ശേഷം ആ കത്തി അവന്റെ ദേഹത്ത് തന്നെ കുത്തിവെച്ച് പോകും. അങ്ങനെ ഒരു രാത്രി ഹിഗൻ കുറച്ച് പെട്രോൾ കൊണ്ടുവന്ന് അവന്റെ ശരീരത്തേക്ക് ഒഴിക്കുന്നു. ഇപ്പോഴവൻ ഹിഗനോട് പറയും, ഓ, നീ അന്ന് നിന്റെ ഭാര്യയുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. അതുപോലെ നിന്റെ മകന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക ഭയം. ആ സമയത്ത് നിന്റെ ഭാര്യയുടെ മുഖം ദേഷ്യം കൊണ്ട് തിളങ്ങി നിന്നിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം അവളെ കുത്തിയോ അത്രയും പ്രാവശ്യം അവൾ കരഞ്ഞു. ഇതൊക്കെ കേട്ട് ഹിഗൻ അവന്റെ കയ്യിലുള്ള തീപ്പെട്ടി വരച്ചു. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്റെ ഓർമ്മയിൽ നിന്നും അവരുടെ മുഖം മായ്ച്ചു കളയാൻ പോവാണ്. നീ ഇനി പോകുന്നത് നരകത്തിലേക്കാണ്. അവിടെ നിനക്ക് നിന്റെ തൊലി പൊളിയുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ നിന്റെ എല്ലുകൾ പൊടിയും, നിന്റെ ഹൃദയം നിലയ്ക്കും. എന്നാലും നിനക്ക് മരണത്തിന്റെ ആ മധുരം അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹിഗൻ അവന്റെ കയ്യിലുള്ള ആ തീ താഴത്തുള്ള പെട്രോളിലേക്ക് ഇടുന്നു. ഉടനെ അവൻ ആളി കത്താൻ തുടങ്ങി. അങ്ങനെ അവന്റെ അലർച്ച ആ തീയിൽ അവസാനിച്ചു. പിന്നീട് കാണിക്കുന്നത് മൈക്ക് മോറിസിനെയാണ്. അവൻ തന്റെ ബോസിനോട് ചൂടാവുന്നു. കാരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് അവനെ പുറത്താക്കി. അതായത് മിസ്റ്റർ ലോഗന്റെ കേസ്. മൈക്ക് അവിടുന്ന് കണ്ടെത്തിയ ബ്ലഡ് ആരുടേതാണെന്ന് നമുക്കറിയില്ല. അതുപോലെ സംഭവം നടന്നു എന്ന് പറയുന്ന ഒരു ഫൂട്ടേജ് പോലും ഇല്ല. അതുകൊണ്ട് ഈ കേസിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് മുകളിൽ നിന്നുള്ള ഡയറക്റ്റ് ഓർഡറാണ്. അതുകൊണ്ട് ഇനി നീ കൂടുതൽ ഈ ഇൻവെസ്റ്റിഗേഷനിൽ കടന്ന് കറങ്ങാൻ നിൽക്കണ്ട. എല്ലാം എവിടെ വെച്ച് നിർത്തിയേക്ക്. അയാളുടെ ചോദ്യത്തിന് മൈക്ക് പറയും, അപ്പോൾ എമ്മയുടെ കാര്യം എന്താണ്? അവൾ ഈ നടന്ന സംഭവം എല്ലാം കണ്ടിട്ടുണ്ട്. ലോഗൻ ഒരു കൂട്ടം അസാസിൻസ് അറ്റാക്ക് ചെയ്യുന്നത് അവൾ കണ്ടു. നിനക്ക് ഉറപ്പാണോ മൈക്ക്? എങ്കിൽ അവളോട് പോയി ഒന്നുകൂടെ ചോദിച്ചു നോക്ക് എന്ന് അവന്റെ ബോസ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുന്ന മൈക്ക് എമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, എമ്മ, നീ എന്തൊക്കെ ഈ കാണിച്ചത്? നിനക്കൊരിക്കലും ഒരു പേടിച്ച് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. മൈക്ക്, ഞാൻ പറയുന്നതെന്ന് ആദ്യം കേൾക്ക്. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഈ കേസിന്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്കതിന് വേണമെങ്കിൽ സീക്രട്ടായിട്ട് അന്വേഷിക്കാമെന്നേ, പേടിക്കണ്ട. അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്റ്റർ ലോഗന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ കളക്ട് ചെയ്തു. അതിൽ അയാൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ തെറ്റാണ്. അതുപോലെ അയാളുടെ ഫാമിലിയുടേതും. സത്യം പറഞ്ഞാൽ അയാൾ മൊത്തം ഫേക്കാണ്. ഇവിടെ ഹിഗൻ അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്റെ വണ്ടി എടുത്ത് പോകുന്നു. അവനിപ്പോൾ പോകുന്നത് അവൻ അറിയാവുന്ന ഓർഗനൈസേഷന്റെ ഓരോ സ്ഥലത്തേക്കാണ്. പക്ഷേ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഹിഗൻ ഒരു ബാറിലേക്ക് പോയി ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് 2 പോലീസുകാർ വരുന്നു. അവർ ആ ഷോപ്പിന്റെ ഓണറെ പേടിപ്പിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. പക്ഷെ കൊടുത്ത പൈസ കുറവായതുകൊണ്ട് അവർ അയാളെ പിടിച്ച് അടിക്കുന്നു. ഇപ്പോൾ അതിലുള്ള ഒരു പോലീസുകാരൻ ഹിഗനോട് ചോദിക്കുന്നു, ആ പുറത്ത് കിടക്കുന്ന വണ്ടി നിന്റേതാണോ? നിന്നെ കണ്ടിട്ട് പ്രശ്നക്കാരനായിട്ട് തോന്നുന്നുണ്ടല്ലോ.
എടാ മോനെ ആദ്യം നീ നിന്റെ ലൈസൻസ് ഒന്ന് എടുക്ക് നോക്കട്ടെ. പക്ഷെ യാതൊന്നും പറയാതിരിക്കുന്ന ഹിഗനെ കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് അവനെ അടിക്കാൻ പോകുന്നു. പെട്ടെന്ന് ഹിഗൻ അവന്റെ കൈ പിടിച്ച് തിരിച്ച് കഴുത്തിന് ഒരു അടി കൊടുക്കുമ്പോൾ അയാൾ ബോധം കെട്ട് നിലത്തേക്ക് വീഴും. ശേഷം അവൻ കുടിച്ച ഡ്രിങ്കിന്റെ പൈസ അവിടെ വെച്ച് പോകുമ്പോൾ മറ്റേ പോലീസുകാരനും അവൻ അടിക്കാൻ വേണ്ടി വരുന്നു. ഉടനെ ഹിഗൻ അവന്റെ കൈ വെച്ച് ആ പോലീസുകാരന്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്യാൻ പോകുന്നത് പോലെ കാണിക്കുന്നേ ഉള്ളൂ. അയാളുടെ മുഖത്ത് തട്ടിയത് പോലുമില്ല. പക്ഷെ ആ ഒരു ഫോഴ്സ് മതി. പോലീസുകാരൻ തെറിച്ച് അവിടുത്തെ ചുമരിലടിച്ചു വീഴുന്നു. ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഹിഗന് പോലീസുകാരുടെ വണ്ടി കാണുമ്പോഴാണ് മൈക്ക് മോറിസിനെ പറ്റി ആലോചിച്ച് അദ്ദേഹം കൊടുത്ത കാർഡ് എടുക്കുന്നത്. ഇവിടെ മൈക്ക് മോറിസും എമ്മയും കൂടെ ചേർന്ന് ഔസ എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയും അതിന്റെ ടെക്നോളജിയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് മോറിസിന് ഒരു കോൾ വന്ന് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ, ഞാൻ ജോൺ ലോഗനാണ്. അത് കേട്ട് പെട്ടെന്ന് മൈക്ക് മോറിസ് എമ്മയോട് ആ കോൾ ട്രാക്ക് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ മൈക്ക് മോറിസ് ശരിക്കും താൻ ലോഗനാണോ എന്ന് ചോദിക്കുന്നു. അതിന് ഹിഗൻ പറയും, എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ, പിന്നെന്താ? ഇപ്പോൾ തന്നെ നീ കാര്യം പറയാം. പക്ഷെ ഹിഗൻ അവന്റെ കയ്യിലുള്ള ആ ഫോൺ പൊട്ടിച്ചു കളയുന്നു. ശേഷം മറ്റൊരു ഫോൺ വെച്ച് മൈക്കിനെ വിളിക്കും. കോൾ എടുക്കുന്ന മൈക്ക്, ഹലോ, ഇത് ജോൺ ലോഗൻ അല്ലേ? നീ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ നിൽക്കണ്ട, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് ഹിഗൻ പറയുന്നു. സോ എന്താണ് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് വേണ്ടത് എന്ന് മൈക്ക്. നീ ഒരു സ്ഥലം പറയാം, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓ അങ്ങനെയാണെങ്കിൽ സെന്റ് മാർക്കസിലുള്ള ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ വെച്ച് നമുക്ക് കാണാം. നാളെ രാത്രി ഞാൻ അവിടെ ഉണ്ടാവും. അത് കേട്ട് ഹിഗൻ അവന്റെ ഫോൺ അവിടെ പൊട്ടിച്ചിട്ട് അവന്റെ ബൈക്കിൽ കയറി പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രി ആവാനാവുന്ന സമയത്ത് ലോഗൻ മൈക്ക് പറഞ്ഞ സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ആ സ്ട്രീറ്റിലുള്ള സ്ക്രീനിൽ മുഴുവൻ ഓസ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയാണ് പറയുന്നത്. ആ പറയുന്ന ആളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ മൈക്ക് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൽ ഹിഗൻ കയറി നിന്ന് അവിടേക്ക് മൈക്ക് വരുന്നത് കാണുന്നു. ഇപ്പോൾ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന മൈക്കിന്റെ അടുത്തേക്ക് ഹിഗൻ വരുന്നു. ഇവര് രണ്ടുപേരെയും കാണുന്ന ആ ഷോപ്പിന്റെ ഓണർ പറയും, നിങ്ങൾ സംസാരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇവിടെ പൊട്ടുന്ന ഓരോ സാധനത്തിനും നിങ്ങൾ പൈസ തരേണ്ടി വരും. സോ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, എനിക്ക് വല്ലാത്തൊരു നടുവേദന. അങ്ങനെ അയാൾ പോയതിനു ശേഷം മൈക്ക് പറയും, ഞാൻ വിചാരിച്ചത് നീ എവിടെയെങ്കിലും കിടന്ന് ചത്തിട്ടുണ്ടാവുന്ന. ആദ്യം നീ നിന്റെ മുഖം കാണിക്കേ, ഇത് നീ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് ഹിഗൻ മൈക്ക് കൊടുത്ത് അവന്റെ കാർഡ് അവന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അത് കണ്ടിട്ടും മൈക്കിന് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് ഹിഗൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ, നിൽക്ക് ഞാനൊരു ചെറിയ സർപ്രൈസിലാണ്. കാരണം നീ ഇവിടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ ഞങ്ങൾ നിന്നെ പിടിക്കുമെന്നുള്ള പേടിയൊന്നും നിനക്കില്ലേ? ഞാനിവിടെ വന്നത് ചെറിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല. എന്നാൽ നിനക്ക് എന്താണ് വേണ്ടത്? ഈ അടുത്തിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ കേസ് നിങ്ങളാണോ നോക്കുന്നത്? അതെ, ഞാനാണ് എന്ന് മൈക്ക് പറയുന്നു. എന്നാൽ എനിക്ക് അതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് വേണം എന്ന് ഹിഗൻ പറയുന്നു. ഇനി എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തരുമോ എന്ന് മൈക്ക് ചോദിക്കുമ്പോൾ അതേ എന്ന് ഹിഗൻ പറയും. പെട്ടെന്ന് മൈക്ക് എണീറ്റ് അവന്റെ കോട്ടിലുള്ള ഒരു തോക്ക് ഹിഗന് നേരെ ചൂണ്ടിപ്പിടിക്കും. നീ എന്താടാ വിചാരിച്ചേ? നിന്റെ ചോദ്യത്തിന് മുഴുവൻ ഞാൻ ഉത്തരം തന്ന് നിന്നെ അങ്ങ് പറഞ്ഞയക്കുമെന്നോ? മര്യാദയ്ക്ക് അവിടെ മുട്ടുകുത്തി നിന്ന് തലയ്ക്ക് പുറകിൽ കൈവയ്ക്ക്, എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നടന്ന കാര്യം എന്താന്ന് പറയാം. ഇതേ സമയത്താണ് അവിടേക്ക് 2 ഡെലിവറി ബോയ്സ് വന്ന് അവർക്ക് വേണ്ട സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നത്. അവർ പോയതിനു ശേഷം മൈക്ക് ഹിഗനോട് പറയും, എനിക്ക് ഞാൻ നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴവിടേക്ക് ഒരു ഡെലിവറി ബോയ് കയറി വന്ന് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവൻ അവിടെയുള്ള ഫുഡൊന്നും എടുക്കുന്നില്ല. പെട്ടെന്നാണ് അവൻ ചാടി വന്ന് അവന്റെ കയ്യിലുള്ള വെപ്പൺ ഉപയോഗിച്ച് ഹിഗനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കണ്ട് മൈക്ക് അവന്റെ തോക്ക് കാണിച്ച് അവരെ പേടിപ്പിക്കാൻ നോക്കും. പക്ഷെ അവൻ ഓടി വന്ന് മൈക്കിനെ വെട്ടാൻ നിൽക്കുമ്പോൾ ഹിഗൻ അതിന്റെ ഇടയിൽ കയറി മൈക്കിനെ രക്ഷിക്കുന്നു. ഇനി അവിടെ നടക്കുന്നത് ഒരു 1.5 ഫൈറ്റ് ആണ്. ഹിഗൻ vs ഡെലിവറി ബോയ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ അപാര ഫൈറ്റ്. അങ്ങനെ ഹിഗൻ അവന്റെ സ്പെഷ്യൽ ടെക്നിക് ഉപയോഗിക്കുമ്പോൾ അവന്റെ പുറത്ത് ഒരു 4 കൈ വരുന്നു. അങ്ങനെ ഹിഗൻ ഡെലിവറി ബോയെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അവന്റെ പുറകിൽ മറ്റൊരു ഡെലിവറി ബോയ് വന്ന് നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ഇവർ രണ്ടുപേരും ഹിഗനുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്ത് അതിന്റെ അവസാനം ഹിഗൻ അവന്റെ വായിൽ കുറച്ച് ഓയിലാക്കുന്നു. ശേഷം അവന്റെ കയ്യിലുള്ള ഒരു തീ മുന്നിലേക്ക് പിടിച്ച് അവർക്ക് നേരെ ഓയിൽ തുപ്പുന്നു. അങ്ങനെ തീ കാരണം രണ്ടുപേർക്കും ഒന്നും കാണാൻ കഴിയില്ല. പെട്ടെന്ന് ഹിഗൻ അവന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ഡെലിവറി ബോയ് 1ന്റെ കൈ ചേർത്ത് ചുമരിലേക്ക് എറിയുന്നു. ശേഷം രണ്ടാമത്തെ കത്തി കൊണ്ട് ഡെലിവറി ബോയ് 2ന്റെ കഴുത്ത് മുറിച്ച് അത് ഡെലിവറി ബോയ് 1ന്റെ ദേഹത്തേക്ക് തന്നെ എറിയുന്നു. മൂന്നാമത്തെ കത്തി എടുത്ത് ഡെലിവറി ബോയ് 1ന്റെ മറ്റേ കൈയിലേക്ക് ചുമര് ചേർത്ത് എറിയുന്നു. നാലാമത്തെ കത്തി ഡെലിവറി ബോയ് 1ന്റെ നെറ്റിയിലേക്ക് തന്നെ എറിഞ്ഞു കൊല്ലുന്നു. ഇത്രയെല്ലാം കണ്ട് കിളി വാരി നിൽക്കുന്ന മൈക്ക് ഹിഗന്റെ അടുത്തേക്ക് വന്ന്, സത്യം പറ, നീ ആരാണ്? ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട ലോഗൻ എവിടെ? അതിന് ഹിഗൻ അവന്റെ കയ്യിലുള്ള ഡിവൈസ് എടുത്ത് അവന്റെ കഴുത്തിന്റെ പുറകിൽ വെച്ച് പഴയ രൂപത്തിലേക്ക് മാറുന്നതിന്റെ കൂടെ ഞാനൊരു നിഞ്ചയാണെന്ന് മൈക്കിനോട് പറയുന്നു. അന്ന് ഹോസ്പിറ്റലിലും ഇവര് തന്നെയാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. എന്ത്, നിഞ്ചാസോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കെല്ലാം കാരണം ഇവരാണല്ലേ? ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ തോക്കുമായി ഒരു വണ്ടിയിൽ കുറെ ആൾക്കാർ വന്ന് ഇറങ്ങി അവരുടെ കയ്യിലുള്ള തോക്ക് വെച്ച് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ അവസാനം ഒരു മിസൈൽ എടുത്ത് ആ ഷോപ്പിലേക്ക് തന്നെ ഇട്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് അവരവിടുന്ന് പോയി. പക്ഷെ മൈക്കിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്നിട്ട് മൈക്ക് നോക്കുമ്പോൾ ഹിഗനെ അവിടെ കാണാനില്ല. ഹിഗൻ മറ്റെങ്ങോട്ടും പോയിട്ടില്ല. അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു വയസ്സായ മനുഷ്യനെ കാണിക്കുന്നു. അയാൾ അവിടെയുള്ള ഒരാളോട് ചോദിക്കുന്നു, സായ്, എന്താണ് സംഭവിച്ചത്? മാസ്റ്റർ, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇപ്പോഴവൻ പറഞ്ഞ ഈ മാസ്റ്റർ, അതായത് ഈ വയസ്സായ ഈ ഒറ്റക്കണ്ണൻ ഹിഗൻ എന്ന് പറയുന്ന ഈ സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതെനിക്കറിയാം. പക്ഷെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അതെല്ലാം മാറി കിട്ടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇന്നത്തെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്ത് കാര്യം തോന്നിയാലും അത് കമന്റ് ആയിട്ട് അറിയിക്കാം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.